Hello friends, welcome to SAT, Center Institute Center Marathambadi and Puthundelkara. Please subscribe to our YouTube channel for new updated videos. Also visit centerinstitution.blogspot.in. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ 1, അതിനകത്ത് പാർട്ട് 4. പാർട്ട് 1 മുതൽ 3 വരെ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണുക. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8. ABCD is a parallelogram as shown in the figure. ഇവിടെ തന്നിരിക്കുന്ന ABCD ഒരു പാരലോഗ്രാം ആണ്, മീൻസ് സാമാന്തരികമാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ഈ ABയുടെ നീളം കണ്ടെത്തണം, താഴെയുള്ള. ആൻഡ് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് A. Aയുടെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതണം. 3 മാർക്കാണ്. കോർഡിനേറ്റ് ജോമെട്രി എന്നാണ് ഈ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് കഴിയും. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് AB? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈ ലെങ്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് തന്നെയാണ് AB. അപ്പോൾ ഈ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് എക്സ് ആക്സിസിനെ പോലെയാണ് കിടക്കുന്നത്, കണ്ടോ? എക്സ് ആക്സിസ് ഇങ്ങനെയാണ്, ഇതുപോലെയാണ് ഈ വശം കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സുകൾ തമ്മിൽ കുറച്ചാൽ മതി. അതായത് ഇവിടുത്തെ 10 എക്സ്, ഇവിടുത്തെ 4 എക്സ്. ആദ്യം കിടക്കുന്ന ആളാണ് എക്സ്. നമ്മളെപ്പോഴും എഴുതുന്നത്, കോർഡിനേറ്റ് എഴുതുന്നത് x, y ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം കിടക്കുന്നതാണെന്ത്? എക്സ്. ക്ലിയർ ആണോ? അപ്പോൾ അത് 10ൽ നിന്ന് 4 കുറയ്ക്കുക. ദാറ്റ് ഈസ് CD. CD നമുക്ക് കണ്ടുപിടിക്കാം. CD is equal to, അല്ലെങ്കിൽ DC, 10 മൈനസ് 4 ഇറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ആ CD-യും AB-യും ഈക്വൽ ആണ്. ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ലെങ്ത് ഓഫ് AB എന്ന് പറയുന്നത് തന്നെയാണ് 6 തന്നെയാണ്. ഓക്കെ, ക്ലിയർ? 6 തന്നെയാണ് AB-യുടെ ലെങ്ത്. സോ AB is equal to 6. അപ്പോൾ നമുക്ക് പകുതി മാർക്കായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് A? Aയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതായത് Aയുടെ എക്സ് എന്താണ്, Y എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു കാര്യം നമുക്കറിയാം, എക്സ് ആക്സിസിൽ കിടക്കുന്ന എല്ലാ ബിന്ദുക്കളുടെയും Y വാല്യൂ 0 ആയിരിക്കും. എക്സ് ആക്സിൽ കിടക്കുന്ന എല്ലാ ബിന്ദുക്കളുടെയും രണ്ടാമത്തെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് Aയുടെ കോർഡിനേറ്റ്സിലെ രണ്ടാമത്തെ വാല്യൂ കാണാൻ വളരെ എളുപ്പമാണ്, അത് 0 ആണ്. കിട്ടിയോ? ഇനി അറിയേണ്ടത് ആദ്യത്തെ വാല്യൂ ആണ്. ആദ്യത്തെ വാല്യൂ അറിയാനായിട്ട് ഉള്ള എളുപ്പമാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയിലേക്ക് നോക്കാം. ഇവിടെ ബിയിൽ കിടക്കുന്നത് 8 ആണ്. മനസ്സിലായോ? ഈ ഡിസ്റ്റൻസ് എത്രയുണ്ട്? ഇവിടെ 6 ഉണ്ട്, നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. കിട്ടിയോ? അപ്പോൾ ഇവിടെയുള്ള എക്സ് എന്ന് പറയുന്ന ഈ വാല്യൂവിനോട് ഈ 6 കൂടി ചേർന്നപ്പോഴാണ് അത് 8 ആയത്. അതായത് എക്സ് പ്ലസ് 6 ഈക്വൽ ടു എന്താണ്? 8. ക്ലിയർ ആണോ? അതായത് Aയുടെ ഫസ്റ്റ് കിടക്കുന്ന വാല്യൂ ആണ് എക്സ്. അതിനോട് ഒന്ന് കൂടുമ്പോൾ അടുത്ത് അങ്ങനെ കൂടി 6 കൂടിയപ്പോഴാണ് 8 ആയത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ Aയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? അതായത് ഇവനോട് 1 കൂടി, 2 കൂടി, 3 കൂടി, 4 കൂടി, 5, 6 കൂടിയപ്പോഴാണ് നമുക്ക് ഇവിടെ 8 കിട്ടിയതെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ വെരി സിമ്പിൾ അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 8 മൈനസ് 6 എന്ന് വെച്ചാൽ 2. ക്ലിയർ ആണോ? ദാറ്റ് മീൻസ് ഇവിടെ 2 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആണ്. പിന്നെ 3, 4, 5, 6, 7. ഇവിടെ വന്നപ്പോൾ എന്തായി? 8 ആയി. കണ്ടോ? അപ്പോൾ എത്ര എണ്ണം കൂടി നോക്കിയേ? 1, 2, 3, 4, 5, 6. കണ്ടോ? ഇത് 6 കൂടിയപ്പോഴാണ് 8 ആയത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എക്സ് ആക്സിസിൽ കിടക്കുന്ന എല്ലാ പോയിന്റിൻ്റെയും Y വാല്യൂ 0. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ 0 ആണ്. ഫസ്റ്റ് വാല്യൂ കാണാനായിട്ട് ഇതിനറിയില്ല, അപ്പോൾ ഞാൻ എക്സ് എന്ന് എടുത്തു. പിന്നെ ഡിസ്റ്റൻസ് എനിക്കറിയാം, അത് 6 ആണ്. ഞാൻ 8ൽ നിന്ന് 6 കുറച്ചു, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. ദാറ്റ് ഈസ് 2. സോ ദ കോർഡിനേറ്റ്സ് ഓഫ് A ഈസ് 2, 0. ദാറ്റ്സ് ഓൾ. 3 മാർക്ക് കിട്ടി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9.